നമസ്കാരം. റൈറ്റ് വിങ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എ ആർ റഹ്മാൻ പാടുന്നു. റഹ്മാൻ പാടുന്നത് എന്താ എത്ര വലിയ കാര്യമാണോ നിങ്ങൾ ചിന്തിക്കും. പക്ഷെ റഹ്മാൻ പാടിയത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അംബാനിയുടെ കല്യാണത്തിനാണ് പാടിയത്. അപ്പൊ അംബാനിയുടെ കല്യാണത്തിന് പാടാൻ പാടില്ലേ? അതുമല്ല. റഹ്മാൻ ഹിന്ദി തെരിയാതെ പോടാ എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ ഭയങ്കര ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിനിങ് നടന്നപ്പോൾ അതിന് ആ സമയത്ത് റഹ്മാൻ ചെയ്തൊരു വീഡിയോയാണ്, റഹ്മാൻ ചെയ്ത ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് റഹ്മാൻ വേദിയിൽ നിൽക്കുമ്പോൾ അതിലും ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു നായകൻ, അയാൾ ഹിന്ദിക്കാരനാണ്. അപ്പോൾ ആങ്കർ ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ട് അയാളെ വിളിക്കുന്നു. ഇതുടനെ റഹ്മാൻ ഹിന്ദി എന്ന് പറഞ്ഞിട്ട് റഹ്മാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നു. സ്റ്റേജിൽ നിന്ന് പുറത്ത് നിന്നു. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ജോക്കിന്, ഇത് എന്ത് ജോക്ക്? ഇതൊക്കെ തമിഴ്നാട്ടിൽ ഭയങ്കര ആഘോഷമായി. എന്ന് വെച്ചാൽ ഹിന്ദി തെരിയാതെ പോടാ, ഹിന്ദി അറിഞ്ഞുകൂടാ പോടാ. അതായത് ഹിന്ദി ഭാഷ തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് ഇറക്കാൻ പോകുന്നു, അതായത് തമിഴിനെ നശിപ്പിക്കാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്കിടയിൽ പരത്തി വെച്ചിരുന്നു. പൊളിറ്റിക്സ്, രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടുവരുന്ന ഒരു പൊളിറ്റിക്സ് ആണ് ആ സാധനം എന്ന് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാവും. നമ്മളിങ്ങനെ തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാൻ തുടങ്ങിയാൽ അതിന്റെ ലാഭം കൊയ്യുന്നത് രാഷ്ട്രീയക്കാർ മാത്രമാണ്, നമ്മുടെ ശത്രുക്കളും. ഈ രാജ്യം ഒറ്റക്കെട്ടാണ്. നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം, അതിനു മുമ്പ് നമ്മളെല്ലാം ഒരുമിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ഈ രാജ്യം മുഴുവൻ യുണൈറ്റഡ് ആയി ഭാരത് മാതാ കി ജയ് വിളിച്ചു, അല്ലെങ്കിൽ വന്ദേ ഭാരതം പാടിയോ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. ഈ ഒരുമിച്ച് നിൽക്കുന്ന ഇഷ്ടപ്പെടാത്ത ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികൾ ഉണ്ട്. അതിൽ ഒന്നാം നമ്പർ സാധനം കോൺഗ്രസ് ആണ്. ഇവർ ഏകദേശം എല്ലാവരും ഒന്നിക്കുന്നു എന്ന ഘട്ടം വരുമ്പോൾ ഇവർ ജാതി സെൻസസ് വേണമെന്ന് പറയും. പിന്നീട് ഇത് കഴിഞ്ഞ് ഇവര് നേരെ മറിച്ച് ഭാഷയുടെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കും. ഇവർ തന്നെയാണ് തെന്നിന്ത്യയിലും ഭിന്നിപ്പുണ്ടാക്കുന്നത്. ഇവർ തന്നെയാണ് വടക്കേ ഇന്ത്യയിൽ തെന്നിന്ത്യക്കാരെ പറ്റി കുറ്റം പറയുന്നത്. തെന്നിന്ത്യയിൽ വന്നിട്ട് പറയും വടക്കേ ഇന്ത്യക്കാർക്ക് ആർക്കും വിവരമില്ലാന്ന്. ഇവർ ഇത്രയും കാലം കോൺഗ്രസിന് കണ്ണും പൂട്ടി വോട്ട് ചെയ്ത ഒരു ജനതയെ മുഴുവൻ അവർ അത്രയും കാലം വോട്ട് ചെയ്തിട്ട് ഈ പാർട്ടിയെ കൊണ്ട് ഒരു പൈസയ്ക്ക് ഉപകാരമില്ലെന്ന് തോന്നിയിട്ട് അവരെ തോൽപ്പിച്ച് മറ്റൊരു പാർട്ടിയെ തെരഞ്ഞെടുത്തപ്പോൾ നിന്ന നിപ്പിൽ ഈ കോൺഗ്രസ് ആ വടക്കേ ഇന്ത്യക്കാരെ മുഴുവൻ തള്ളി പറഞ്ഞു. കേരളത്തിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ട്, എത്ര വടക്കേ ഇന്ത്യക്കാർക്ക് ബുദ്ധിയില്ല, അവർ മന്ദബുദ്ധികളാണ്, അവർക്ക് വിദ്യാഭ്യാസമില്ല. 65 വർഷം നിങ്ങൾ ഈ രാജ്യം ഭരിച്ചപ്പോൾ നിങ്ങൾക്ക് ആ രാജ്യത്ത് അവിടെ ഉള്ള ആ സ്ഥലത്തുള്ള ആൾക്കാർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തുകൂടായിരുന്നു. എന്തേ കൊടുക്കായിരുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. അപ്പൊ ഇങ്ങനെയുള്ള പൊളിറ്റിക്സുകൾ നാട്ടിലെ സാധാരണക്കാർ, അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞിടാത്ത പയ്യന്മാർ, ചെക്കന്മാർ, നാട്ടിലുള്ള ആൾക്കാരൊക്കെ തമ്മിൽ ഹിന്ദി കൊണ്ടുവരാൻ പോകുന്നു, നമ്മുടെ ഭാഷയെ നശിപ്പിക്കാൻ പോകുന്നു, നമുക്ക് BJP ആണ് ഹിന്ദി കൊണ്ടുവരാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ തമ്മിലോ നാട്ടിലുള്ള സാധാരണക്കാർ തമ്മിലോ പറയാം. പക്ഷെ ഈ വലിയ വലിയ കലാകാരന്മാർ, നിങ്ങൾക്ക് എന്താണ് പറ്റുന്നത്? നിങ്ങളുടെയൊക്കെ സംഗീതത്തിനൊന്നും അതിർവരമ്പുകളില്ല. സംഗീതം എന്നതൊരു മഹാസാഗരമാണെന്നോ, സംഗീതത്തിന്റെ എന്താ പറയാ ദൈവദത്തമായ കലയാണെന്നോ, അതുകൊണ്ട് സംഗീതജ്ഞരൊക്കെ വലിയ ആൾക്കാരാണെന്നൊക്കെ നമ്മൾ ഉൾപ്പെടെ ഞാനൊക്കെ എല്ലാം കരുതി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഇത്രയും കഴിവുറ്റ ആൾക്കാരുടെ കഴിവുകളെ കണ്ട് ഭ്രമിച്ച് നിന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ മുന്നിൽ നിങ്ങൾ ഇത് കാണിക്കാൻ പാടുണ്ടോ? നിങ്ങൾ തമിഴിൽ മാത്രമേ ചെയ്യാറുള്ളൂ. മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദിയിൽ നിങ്ങൾ ചെയ്തിട്ടേ ഇല്ലേ? അതോ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമേ പണം വാങ്ങി മ്യൂസിക് ചെയ്യുന്നുള്ളൂ, മറ്റു ഭാഷകൾ പണം വാങ്ങി മ്യൂസിക് ചെയ്യാതിരിക്കുന്നുണ്ടോ? അതോ അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പണം വാങ്ങാതെ മറ്റു ഭാഷകൾ ഞാൻ ചെയ്യണമെങ്കിൽ പൈസ തരണമെന്ന് നിങ്ങൾ പറയുന്നു? എല്ലായിടത്തു നിന്ന് പണം വാങ്ങി നിങ്ങൾ മ്യൂസിക് ചെയ്യുന്നു. നിങ്ങളുടെ മ്യൂസിക്കിന് എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നു. ചില പ്രോഗ്രാമുകളിൽ നിങ്ങൾ കയറി വരുമ്പോൾ അവരൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഹിന്ദിക്കാരാണ് അവരൊക്കെ ഹിന്ദിക്കാരാണ്. അവർക്ക് നിങ്ങളോട് എന്ത് ദേഷ്യം? നിങ്ങളെ തൊഴുതാണ് അവരെല്ലാം സ്വീകരിക്കുന്നത്, നിങ്ങളുടെ കാലിൽ വീഴുന്നു. സോ യു ആർ സച്ച് എ ഗ്രേറ്റ് പേഴ്സൺ. നിങ്ങളൊരു വലിയ വ്യക്തിത്വമാണ്. നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ പുറകെ ഒരുപാട് കണ്ണുകളുണ്ട്. ആ സമയത്താണ് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ, വിഘടിപ്പിക്കാൻ, ഇത് കണക്ക് ഭാഷയുടെ പേരിൽ അതിർ വരമ്പുകൾ തീർക്കാനായിട്ട് ഹിന്ദി തെരിയാതെ പോടാ. അത് കുറെ അങ്ങ് നോക്കുമ്പോൾ അവന്മാര് പറയുന്ന തമിഴ് മാലു നഹി സാല എന്ന് അവന്മാർ പറഞ്ഞോളൂ. നാളെ മലയാളികൾ പറയണോ തമിഴ് അറിഞ്ഞൂടെ പോടാ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് കിടക്കണോ? അതോ തെലുങ്ക് അറിഞ്ഞൂടെ പോടാന്ന് ഞങ്ങൾ പറയോ? അല്ലെങ്കിൽ തമിഴന്മാർ നാളെ തെലുങ്ക് അറിഞ്ഞൂടെ പോടാന്ന് തെലുങ്കന്മാരോട് പറയോ? തെലുങ്കന്മാരും തമിഴ്നാട് ഇതൊരു രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ തമിഴിന് കേരളത്തിൽ നിന്ന് സ്ഥലം മേടിക്കാം, മലയാളിക്ക് തമിഴ്നാട്ടിൽ പോയി സ്ഥലം മേടിക്കാം, തമിഴിന് ഡൽഹി പോയി സ്ഥലം മേടിക്കാം, ഡൽഹിയിലുള്ള ഹിന്ദിക്കാരന് തമിഴ്നാട്ടിൽ വന്ന് സ്ഥലം മേടിക്കാം, ഇവിടെയും ബിസിനസ് ചെയ്യാം, അവിടെയും ബിസിനസ് ചെയ്യാം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന രീതിയിൽ നിൽക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ വരുന്ന രാഷ്ട്രീയ അജണ്ടകളെ നിങ്ങളെപ്പോലുള്ളവർ എടുത്തു പൊക്കുന്നത് വളരെ മോശമാണ്. ഞാൻ അംബാനിയുടെ അംബാനിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുകയും അവിടെ പാട്ടുപാടി, അവിടെ നിങ്ങൾ തമിഴിലാണ് പാടുന്നത് എന്ന് കരുതി നിങ്ങൾ ഹിന്ദി പാടാതെ എന്ന് വരുന്നിട്ടില്ല.
പൊതുവേദിയിൽ നിങ്ങൾ ഹിന്ദിയിൽ പാടിയിട്ടുണ്ട്, അതിന്റെ വീഡിയോയും ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയത് ഒരു ഇംഗ്ലീഷ് മൂവിയാണെന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി ഹിന്ദി മൂവി, മുംബൈ ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു കഥയാണ്. അത് ഹിന്ദിയിൽ തന്നെയാണ് അത് ചെയ്യേണ്ടിയിരുന്നതും. ഇംഗ്ലീഷുകാരെ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് അത് ഇംഗ്ലീഷിൽ ചെയ്തു വെച്ചിരിക്കുന്നു. ഓ പ്രിയപ്പെട്ട റഹ്മാൻ സാർ, നിങ്ങൾ കലാകാരനോ എത്ര വലിയ സംഗീത സംവിധായകരോ എന്ത് തന്നെ ആയാലും നമ്മൾ ഈ ഒരു രാജ്യമാണ്. ഹിന്ദി தெரியாது പോടാന്നും തമിഴ് தெரியாது പോടാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരുമ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. ഈ രാഷ്ട്രം ഒന്നാണ്. ഹിന്ദി ഇപ്പോൾ തമിഴ്നാട്ടിൽ 10 കോടി ജനസംഖ്യയുണ്ട്. എങ്ങനെയാണ് തമിഴിനെ മൊത്തത്തിൽ ഇല്ലാതാക്കുക? ഇവിടെ 4 കോടി ജനസംഖ്യയൊക്കെ മലയാളികളുള്ളൂ. ഞങ്ങൾക്ക് പേടിയില്ലല്ലോ നമ്മുടെ മലയാള ഭാഷ നശിച്ചു പോകുന്നു. ഞങ്ങൾക്കൊരു പേടിയില്ല. 8-10 കോടി ജനസംഖ്യ കിടക്കുന്ന തമിഴ്നാട്ടിന് എന്ത് പേടിക്കാനാണ്? 5000 വർഷം പഴക്കമുള്ള ലാംഗ്വേജ്, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ലാംഗ്വേജ്. ഒരു അളവിന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ഭാഷ ഒരുമാതിരിപ്പെട്ട എല്ലാ ഭാഷകളുടെയും അമ്മയാണ്. ദ മദർ ഓഫ് ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യയിലുള്ള പല ഭാഷകളുടെ അമ്മയായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. അങ്ങനെ കണക്കാക്കിയാൽ ഒരു അമ്മയുടെ മനസ്സ് എപ്പോഴും വിശാലമായിരിക്കണം. ഇവിടെ അമ്മയുടെ വയസ്സ് ചെറുതായി പോകുന്നു എന്നൊരു സംശയം. തായ്മൊഴി, തമിഴ് മൊഴി എത്ര 5000 വർഷമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷ എന്റെ രാജ്യത്താണ് ഉള്ളതെന്ന് പറയുമ്പോൾ എനിക്ക് അഹങ്കാരവും അഭിമാനവും തോന്നുന്നു അദ്ദേഹം പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെയുള്ള ചിന്താധാരകൾ നിങ്ങൾ മാറ്റിവെക്കണം. അതിന് സാധാരണക്കാർ തമ്മിലടിക്കുകയോ രാഷ്ട്രീയ പ്രവർത്തകർ തമ്മിലടിക്കുകയോ ബാക്കിയുള്ളവർ തമ്മിലടിക്കുകയോ ഒക്കെ ചെയ്താലും പ്രശ്നമില്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ള വലിയ വലിയ കലാകാരന്മാർ ഇത്തരം തെമ്മാടിത്തരങ്ങൾക്ക് നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങളൊന്നും അങ്ങനെ ചെയ്യരുത് റഹ്മാൻ സാർ. ഇറ്റ്സ് എ ഗ്രേറ്റ് റിക്വസ്റ്റ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരം ചീപ്പ് പൊളിറ്റിക്സിലൊന്നും വരരുത്. നല്ല പൊളിറ്റിക്സ് പറഞ്ഞു, പൊളിറ്റിക്സ് ആർക്ക് വേണേലും പറയും, നോ പ്രോബ്ലം. താങ്ക് യു.